തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്ത്രമംഗലം വാർഡിലാണ്. സരള റാണിയെയാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. നമുക്ക് ചോദിക്കാം. പേര് സരള റാണി. ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ കൈകാര്യത്തിൽ മത്സരിക്കുകയാണ്. അപ്പോ ആദ്യമായിട്ടാണ് മത്സരങ്ങൾ? ആദ്യമായിട്ടാണ്. ടെൻഷൻ ഉണ്ട്? ഒരു ടെൻഷനും ഇല്ല. എന്റെ ഭർത്താവും ഇത് സഹോദരനാണ് ഇവിടുത്തെ കൗൺസിലർ ആയിരുന്നു നേരത്തെ. എന്റെ ഭർത്താവും ജഗതിയിലെ കൗൺസിലറും ടാക്സ്, ഫിനാൻസ്, അപ്പീൽ കമ്മിറ്റി മൂന്നിന്റെ ചെയർമാൻ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടു വളർന്ന ആളാണ് ഞാൻ. 5 വർഷക്കാലം, ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലം മാഡം ജയിക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളൊരു പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മളിവിടെ നായ്ക്കളുടെ ഭയങ്കര ശല്യമുണ്ട്. അപ്പൊ അതിന് നമ്മൾ കോർപ്പറേഷൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ 20 ഏക്കർ സ്ഥലം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വളർത്തി അതിനുള്ള സംവരണം ചെയ്യാനുള്ള പ്ലാനുണ്ട്. 20 ഏക്കർ തലസ്ഥാനത്താണോ അതോ ഈ ശാസ്ത്രമംഗലം വാർഡിനകത്താണോ? കോർപ്പറേഷന്റെ ഇവിടെ അല്ല. കോർപ്പറേഷൻ ആ സ്ഥലം ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. വളരെ ഹൈഡായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നായ്ക്കളെ അവിടെ കൊണ്ട് വളർത്തി അവരെ സംരക്ഷിക്കുക. പിന്നെ ഇവിടെ നമുക്ക് സ്ത്രീകളുടെ സുരക്ഷ കുറവാണ് കുട്ടികൾക്ക്. അതിനുള്ള ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. അതായത് നമ്മളെല്ലാവരും കൂടെ ഈ അസോസിയേഷനും പാർട്ടിക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ശാസ്ത്രമംഗലത്തെ നല്ലൊരു നഗരമാക്കി മാറ്റും. ഒരു ടൗൺഷിപ്പ് പോലെ നല്ല രീതിയിലാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട്. പിന്നെ ഇവിടെ റോഡുകളെല്ലാം വെള്ളവും ഇങ്ങനെ കുണ്ടും കുഴിയും. നമ്മൾ ഇപ്പം സ്ക്വാഡ് ഇറങ്ങി മെയിൻ റോഡുകളെല്ലാം ഡ്രെയിനേജ് പൊട്ടി ഒലിക്കാൻ നമ്മളെല്ലാം സ്ക്വാഡ് ഇറങ്ങിയിട്ട് വന്നതാണ്. ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ ആ റോഡുകളിൽ നമ്മൾ എല്ലായിടത്തും ഡ്രെയിനേജ് സംവിധാനം ചെയ്യുകയും റോഡുകൾ നല്ല ഇതാക്കും. കുടിവെള്ള പദ്ധതി അതിൽ കൂടെ ശരിയാക്കും. ഓരോരിടത്തും വെള്ളമില്ല. ഈ നാടെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് വെള്ളമില്ല. ഇന്നലെ ഇവിടെ ഇല്ല. പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടിയിട്ടില്ല. അത് ചില അറ്റകുറ്റപ്പണി കാരണം സ്ഥിരമായിട്ട് വെള്ളം കിട്ടുന്നില്ല. അങ്ങനെയുള്ള സ്ഥലം അല്ലായിരുന്നു. ശ്രീരംഗലൈനെല്ലാം വെള്ളമില്ല. എന്നാൽ നമ്മൾ പോയപ്പോ ഇവരൊക്കെ ഭയങ്കര പരാതികളായിരുന്നു. മുൻപുള്ളവരൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല. നമുക്കിവിടെ 8,000 സംതിങ് ഉണ്ട്. 5,000-6,000 ഓടിനകത്തെ പോളിംഗ് തരത്തുള്ളൂ. അപ്പൊ ഒരു വലിയൊരു സംഭവമാണ്. നമുക്കറിയാം നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഫുൾ സമയം ഞാൻ നിൽക്കുന്നതാണ്. എന്റെ സഹോദരി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഞാനും അതിന് തൊട്ടായിട്ട് നിൽക്കുകയാണ്, കൂടെ നിൽക്കാൻ വർക്ക് ചെയ്യാൻ. അപ്പൊ മുൻ പരിചയം ഉള്ളതുകൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പമാണ്. എല്ലാവരും വിജയാശംസ. താങ്ക് യു.